അപ്പൊ എന്തായാലും പോകാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമമൊക്കെ അങ്ങ് തീരട്ടെ, പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും പറയാം. ജീവിതം ചിലപ്പോഴൊക്കെ നമ്മളെ വലിയ പരീക്ഷണങ്ങളിലേക്ക് തള്ളിവിടാറുണ്ട്. ചിരിപ്പിച്ചും സന്തോഷിപ്പിച്ചും നമ്മുടെയൊക്കെ മനസ്സിൽ ഇടം നേടിയ രേണുസുതി ഇപ്പോൾ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ക്യാൻസർ എന്ന രോഗത്തോടുള്ള പോരാട്ടത്തിലാണ് രേണു. തൻ്റെ ആദ്യത്തെ കീമോതെറാപ്പി കഴിഞ്ഞതിനു ശേഷം ശാരീരിക ബുദ്ധിമുട്ടുകൾക്കിടയിലും തനിക്ക് ചുറ്റുമുള്ളവരോടും തന്നെ സ്നേഹിക്കുന്നവരോടും ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ രേണു എത്തിയിരിക്കുകയാണ്. ആദ്യമായി കീമോ ചെയ്യുമ്പോൾ ഉള്ളിൽ വലിയൊരു ഭയമുണ്ടായിരുന്നുവെന്ന് രേണു പറയുന്നു. കീമോ കഴിഞ്ഞതിന് ശേഷമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ വളരെ കഠിനമാണ്. നേരെ ഇരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ, തലകറക്കം, തുടർച്ചയായ ഛർദി, ശാരീരിക അസ്വസ്ഥതകൾ എന്നിവ കാരണം രേണു ഏറെ പ്രയാസപ്പെടുകയാണ്. പിക് ലൈൻ ബ്ലീഡിംഗ് ആയതിനെ തുടർന്ന് വീണ്ടും ആശുപത്രിയിൽ പോകേണ്ടി വന്ന സാഹചര്യവും രേണു പങ്കുവെക്കുന്നു. എന്നാൽ ക്യാൻസർ എന്ന രോഗത്തെയല്ല, മറിച്ച് തൻ്റെ ഈ അവസ്ഥ കണ്ട് വേദനിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുമ്പോഴാണ് തനിക്ക് സഹിക്കാൻ കഴിയാത്തതെന്ന് രേണു പറയുന്നു. ലക്ഷങ്ങൾ വില വരുന്ന ഇഞ്ചക്ഷനുകളടക്കം 17 കീമോകളാണ് രേണുവിന് ചെയ്യാനുള്ളത്. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും നേഴ്സുമാരും മാലാഖമാരെ പോലെയാണ് തന്നെ പരിചരിക്കുന്നതെന്നും അവരോട് വാക്കുകൾക്കപ്പുറമുള്ള നന്ദിയുണ്ടെന്നും രേണു കണ്ണീരോടെ ഓർക്കുന്നു. ശാരീരിക വേദനകൾക്കിടയിലും രേണുവിൻ്റെ മനസ്സിനെ ഏറെ വേദനിപ്പിക്കുന്നത് മറ്റൊരു കാര്യമാണ്. താൻ സ്വന്തം മകനെ പോലെ വളർത്തിയ ഒരു കുട്ടിയുണ്ട്. എന്നാൽ ഈ അവസ്ഥയിൽ പോലും അവൻ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുകയോ കാണാൻ വരികയോ ചെയ്തില്ലെന്ന് രേണു അതീവ സങ്കടത്തോടെ പറയുന്നു. ചില വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നെങ്കിലും അവൻ തന്നെ കാണാൻ വന്നിട്ടില്ല എന്നതാണ് സത്യാവസ്ഥ. താൻ കിടപ്പിലായ ഈ സാഹചര്യത്തിൽ ഒരു നോക്ക് കാണാൻ പോലും അവൻ വരാത്തത് വലിയ വിഷമമുണ്ടാക്കുന്നു. എങ്കിലും അവനോട് തനിക്ക് ദേഷ്യമില്ലെന്നും ക്ഷമിച്ചിരിക്കുന്നുവെന്നും രേണു പറയുന്നു. തൻ്റെ ചെറിയ മകൻ കഴിഞ്ഞ ഒരാഴ്ചയായി ചിരിച്ചിട്ടില്ലെന്നും പ്രിയപ്പെട്ടവരുടെ വേദനയാണ് തന്നെ തളർത്തുന്നതെന്നും രേണു കൂട്ടിച്ചേർത്തു. താൻ കരയുമ്പോൾ ഓടിയെത്തുന്ന അമ്മയും അച്ഛനും ചേച്ചിയും ചേട്ടനും അടങ്ങുന്ന കുടുംബവും ഒരു പ്രതിഫലവും വാങ്ങാതെ കൂടെ നിൽക്കുന്ന ക്യാമറമാനും മാനേജർ കരീഷ്മയും ഒക്കെയാണ് ഈ അവസ്ഥയിൽ രേണുവിന് കൈത്താങ്ങായി നിൽക്കുന്നത്. ഇതിനിടയിലും സോഷ്യൽ മീഡിയയിലൂടെ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരും കുറ്റപ്പെടുത്തുന്നവരുമുണ്ട്. അങ്ങനെയുള്ളവരോട് രേണുവിന് ഒന്നേ പറയാനുള്ളൂ: ഒരു നിമിഷം മതി മനുഷ്യന് രോഗം വരാൻ. ക്യാൻസർ വാർഡിലെ അവസ്ഥ എത്രത്തോളം ഭയാനകമാണെന്ന് നേരിട്ടറിഞ്ഞ തനിക്ക് തൻ്റെ ശത്രുക്കൾക്ക് പോലും ഈ മാരക രോഗം വരരുതേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ. തനിക്കായി പ്രാർത്ഥിച്ചില്ലെങ്കിലും ദയവ് ചെയ്ത് ശപിക്കരുത്. ഈ അവസ്ഥയിൽ കിച്ചു എന്ന വർഷങ്ങളോളം സ്വന്തം മകനെ പോലെ സംരക്ഷിച്ച രേണുവിൻ്റെ ഈ രോഗ അവസ്ഥയിലും അമ്മയുടെ സ്ഥാനത്തായിട്ട് പോലും ഇതുവരെ കാണാൻ വരാത്തതുകൊണ്ട് വലിയ വിഷമം അത് രേണുവിന് നൽകുന്നു എന്ന് രേണു തുറന്നു പറഞ്ഞു. ആ ഇടയിലാണ് ഇപ്പോൾ കിച്ചുവിൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നത്. എന്തായാലും ഞാൻ പോകാൻ തീരുമാനിച്ചു, വിഷമിക്കുന്നവരുടെ വിഷമം അങ്ങ് തീരട്ടെ എന്ന്